നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2024 മകരമാസത്തിലെ 27 നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ മേടത്തിൽ വ്യാഴം, കന്നിയിൽ കേതു, ധനുവിൽ കുജനും ബുധനും ശുക്രനും, മകരത്തിൽ രവിയും, കുംഭത്തിൽ ശനിയും, മീനത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലം. ഫെബ്രുവരി 1 ബുധൻ മകരത്തിലേക്കും ഫെബ്രുവരി 5 ചൊവ്വ മകരം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഫെബ്രുവരി 12 ശുക്രൻ മകരം രാശിയിലേക്ക് സംക്രമിക്കുകയും ഈ ഗ്രഹസ്ഥിതി പ്രകാരം മകരമാസത്തിൽ 12 രാശിക്കാരുടെയും ഫലങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ആദ്യമായി മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ മകരമാസത്തിൽ ആനുകൂല്യങ്ങൾ കൂടുതലായി ലഭിക്കുന്ന മാസക്കാലമാണ്. ശത്രുശല്യം കുറയാനും രോഗശമനത്തിനും സന്താനങ്ങൾക്ക് ഉയർച്ചയും അനുഭവപ്പെടുന്നതാണ്. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരും. കർമ്മരംഗത്ത് നല്ല ഉയർച്ച അനുഭവപ്പെടുന്നതാണ്. പലവിധ നേട്ടങ്ങൾ, ഉന്നതി, സ്ഥാനമാനം, ശമ്പള കുടിശ്ശിക ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും ധാരാളം നേട്ടങ്ങൾ ലഭിക്കാനും ആകും. എന്നാൽ സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. ദമ്പതി സൗഖ്യം കുറയാനിടയുണ്ട്. എന്നാൽ ദൈവാധീനത്താൽ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ടു പോകാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകും. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, ഭഗവതി സേവ, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന എന്നിവ സമർപ്പിക്കുക. ഇടവക്കൂറ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ മകരമാസത്തിൽ ധനപുഷ്ടി, കാര്യജയം, മനസ്സന്തോഷം, തന്നെ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുന്നു എന്ന ആശ്വാസവും ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതി അനുഭവപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉയർച്ച, പുരോഗതി എന്നിവ ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും ആകും. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ്. പ്രണയിതാക്കൾക്ക് അത്ര അനുകൂലമായ മാസക്കാലമല്ല. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും കാലതാമസം നേരിടാം. ദമ്പതി സൗഖ്യം കുറയാം. സ്ത്രീകൾ മുഖാന്തരം ചില പ്രശ്നങ്ങൾ അനുഭവിക്കാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ധാരാളം യാത്രകളും യാത്രയിൽ അലച്ചിലുകളും ഉണ്ടായേക്കാം. കർമ്മരംഗത്ത് സ്ഥാനഭ്രംശം ഉണ്ടാകാം. മനസ്സിന് ചാഞ്ചാട്ടമുണ്ടാകും. വാക്കും പ്രവൃത്തിയും ഒന്നിനൊന്നായി മാറും. രക്തസംബന്ധമായ അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. ശ്വാസം മുട്ട്, തൊണ്ടവീക്കം, പനി എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ചില മുറിവോ ചതവോ വ്രണങ്ങളോ വന്നുപെട്ടേക്കാം. മനോവിഷമങ്ങളും അപമാനിതരാകാനും സാധ്യത കാണുന്നുണ്ട്. ശിവന് പിൻവിളക്ക്, സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. മിഥുനക്കൂറ്. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ മകരമാസത്തിൽ നല്ല വീട്, വാഹനം എന്നിവ വന്നു ചേരാനും പിതൃസ്വത്ത് സ്വന്തം പേരിലാകാനും സാധ്യത കാണുന്നുണ്ട്. സുഖം, ഐശ്വര്യം, എല്ലാ കാര്യത്തിലും മാന്യത അനുഭവപ്പെടുന്നതാണ്. രോഗശമനം, ദേഹസൗഖ്യം, ധനപുഷ്ടി, ബഹുമാനവും ഉണ്ടാകുന്നതാണ്. പങ്കാളിക്കായി ധനം സമ്പാദിക്കാനും ചിലവാക്കാനും ഇടയാകും. ധനധാന്യാദി വസ്ത്രാഭരണാദി നേട്ടം, സമ്പത്ത് ലഭിക്കാനും ഐശ്വര്യം, ഭാഗ്യാനുകൂല്യങ്ങൾ കൂടുതലായും ലഭിക്കുന്നതുമാണ്. കർമ്മരംഗത്ത് ഉന്നത സ്ഥാനം, പദവി ലഭിക്കാനും ധനവർദ്ധനവിനും സാധ്യതയുണ്ട്. ഇഷ്ടകാര്യസിദ്ധി, സ്ഥാനഭ്രംശം, വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാകും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ചില കാലതാമസങ്ങൾ നേരിടാനും തടസ്സങ്ങൾ അനുഭവപ്പെടാനും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ കാലതാമസവും നേരിടുന്നതാണ്. സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾ ഉണ്ടാകാനും സന്താനങ്ങളിൽ നിന്നും സഹായങ്ങൾ കുറയാനും സാധ്യതയുണ്ട്. ദമ്പതി സൗഖ്യം കുറയാം. ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും കലഹങ്ങൾക്കും സാധ്യതയുണ്ട്. നേത്രരോഗങ്ങൾക്കും ഉദരസംബന്ധമായ രോഗങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. രോഗാവസ്ഥകൾ വർദ്ധിക്കാൻ ഇടയുണ്ട്. അച്ഛനോ അച്ഛൻ ബന്ധുക്കൾക്കോ അരിഷ്ടതകൾ വന്നുപെടാൻ ഇടയുണ്ട്. ബന്ധുജന വിരോധത്തിനും സാധ്യതയുണ്ട്.
പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. വീട് മാറി താമസിക്കേണ്ട അവസ്ഥയും ഉണ്ടായേക്കാം. എന്നാൽ പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ഗണപതി ഹോമം, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, ശാസ്താവിന് നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക. കർക്കിടകക്കൂറ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ മകരമാസത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകും. ധനനേട്ടം, ദൂരദേശ യാത്രകളും യാത്രയിൽ നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. കർമ്മരംഗത്ത് അത്ര ശുഭകരമാകണമെന്നില്ല. ചില അശ്രദ്ധകൾ കൊണ്ട് അബദ്ധങ്ങൾ ഉണ്ടാകാനും ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതുമാണ്. ലോണുകൾ ലഭിക്കാനിടയുണ്ട്. അധിക ധനച്ചിലവുകൾ വന്നുപെട്ടേക്കാം. വാഹനത്തിൻ്റെ കാര്യത്തിലായാലും അമ്മയുടെ ചിലവുകൾക്കായി ധനച്ചിലവുകൾ വന്നുപെട്ടേക്കാം. സുഹൃത്തുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണം. അമ്മയുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവാധീനത്താൽ എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. ദമ്പതി സൗഖ്യം കുറയാം. പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ക്ഷമ അത്യന്താപേക്ഷിതമാണ്. നേത്രരോഗങ്ങൾക്കും രക്തദൂഷ്യങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. യൂറിനറി ഇൻഫെക്ഷൻസ് വന്നുപെട്ടേക്കാം. ഒരു ആശുപത്രിവാസത്തിനുള്ള യോഗവും കാണുന്നുണ്ട്. ഗണപതി ഹോമം, ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുന്നതും ഉത്തമമാണ്. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ മകരമാസത്തിൽ ധനനേട്ടം, രോഗശമനം, സന്തോഷം, സമാധാനം, ശത്രുശല്യം കുറയാനും സാധ്യതയുണ്ട്. ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുക്കാനാകും. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും ആകും. മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെടും. തൻ്റെ പ്രവൃത്തിയിൽ എല്ലാ കഴിവുകളും സമർപ്പിക്കുന്നതാണ്. ആത്മീയത വർദ്ധിക്കുവാനും മറ്റുള്ളവരുടെ ബഹുമാനം പിടിച്ചു പറ്റാനും ആകും. സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉയർച്ച അനുഭവപ്പെടുന്നതാണ്. ദമ്പതി സൗഖ്യം ഉണ്ടാകാം. വാക്കുപാലിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ്. ആത്മീയത വർദ്ധിച്ചു വരുന്നതായി കാണാം. എല്ലാ സുഖാനുഭവങ്ങൾ ലഭിക്കാനും കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങളും പദവിയും ലഭിക്കുന്നതാണ്. കുടുംബത്ത് സ്വസ്ഥതയും സമാധാനവും കുറയാനിടയുണ്ട്. പങ്കാളിയോടും സന്താനങ്ങളോടും കലഹങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ്. ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഗണപതിക്ക് കറുകമാല സമർപ്പിച്ചും മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, ശാസ്താവിന് നീരാഞ്ജനം, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിക്കുക. കന്നിക്കൂറ്. ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ മകരമാസത്തിൽ ധനനേട്ടം, അഭിവൃദ്ധി, ദൂരദേശ യാത്രകൾ, ബന്ധുജന സമാഗമം, അധികാരങ്ങൾ ലഭിക്കാനും ശത്രുനാശം, രോഗശാന്തി, കാര്യവിജയം, സുഖം എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. വസ്ത്രാഭരണാദി നേട്ടം, മാതൃസൗഖ്യം, പുതിയ വീട് വാങ്ങാനും അല്ലെങ്കിൽ സ്വന്തം വീട് പുതുക്കി പണിയാനും അമ്മയുമായി നല്ല ബന്ധം പുലർത്താനും ആകും. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്നതാണ്. ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുക്കും. സർക്കാർ സർവീസിലുള്ളവർക്ക് ഉന്നത സ്ഥാനവും പദവിയും ലഭിച്ചേക്കാം. തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ്. പങ്കാളി കഠിനമായി തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. വാക്കും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകാൻ കഷ്ടപ്പെടും. ശത്രുശല്യം വർദ്ധിക്കുവാനും രോഗങ്ങൾ അലട്ടാനും സാധ്യതയുണ്ട്. ദുർജന സംസർഗത്താൽ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. ഉദര രോഗങ്ങളാൽ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. പനി, വ്രണം, മുറിവ്, ചതവ് എന്നിവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛനോ അച്ഛൻ ബന്ധുക്കൾ നിമിത്തമോ ഭാഗ്യാനുഭവങ്ങൾക്ക് കുറവ് വരും. സന്താനങ്ങൾക്ക് ധനസ്ഥിതിയിൽ വർധനവ് ഉണ്ടാകുന്നതാണ്. മക്കളുടെ ക്ഷേമത്തിനായി കഠിനമായി പ്രയത്നിക്കേണ്ടി വരും. അവരുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ഗൃഹത്തിൽ നിന്നും അകന്ന് താമസിക്കാനുള്ള ഇടയുണ്ടാകും. ഭയം വർദ്ധിക്കാൻ ഇടയുണ്ട്. നല്ല ധൈര്യത്തോടെ ചില പ്രവൃത്തികളിൽ ഏർപ്പെടും. ചില തടസ്സങ്ങൾക്കും സാധ്യതയുണ്ട്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഗണപതിക്ക് കറുകമാല, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, മഹാദേവന് ധാര, സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം,
വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കേണ്ടതുമാണ്. തുലാക്കൂർ ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ മകരമാസത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കുന്നതാണ്. ധനവർദ്ധനവ്, സന്തോഷം, ബഹുമാനം, ആത്മീയത, സ്ഥാനപ്രാപ്തി എന്നിവ ഉണ്ടാകും. വാക്കുകൊണ്ട് കസത്തുന്നവർക്കും പ്രൊഫഷണൽസിനും വളരെ ഗുണകരമാണ്. ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും. സർക്കാർ സർവീസിലോ ജനപ്രതിനിധി സഭകളിലോ ഉന്നത സ്ഥാനം വഹിക്കാനാകും. കലാസാഹിത്യ രംഗത്ത് അംഗീകാരം വർദ്ധിക്കുന്നതാണ്. കർമ്മരംഗത്ത് ധനസമൃദ്ധി, സുഖം, കീർത്തി, സന്തുഷ്ടി, ഐശ്വര്യം, സ്ഥാനപദവികളും ലഭിക്കുന്നതാണ്. അമ്മയുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ വിദ്യ അഭ്യസിക്കാനാകും. എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ദമ്പതി സൗഖ്യം ഉണ്ടാകും. സർക്കാരിൻ്റെ ശാസനയ്ക്ക് വിധേയമാകും. ടാക്സുകളും നിയമാനുസൃതമായി മാത്രം വാഹനം കൈകാര്യം ചെയ്യേണ്ടതുമാണ്. അല്ലാത്ത പക്ഷം ഫൈൻ അടയ്ക്കേണ്ടി വരും. സന്താനങ്ങളുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. വീട് മാറി താമസിക്കേണ്ട അവസ്ഥയും ഉണ്ടാകും. ബന്ധുക്കളുമായി ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളോ നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ശാസ്താവിന് നീരാഞ്ജനം, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, ഭഗവതി സേവ എന്നിവ അത്യന്താപേക്ഷിതമാണ്. വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ മകരമാസത്തിൽ ബുദ്ധിയും സൗന്ദര്യവും, ധാരാളം യാത്രകളും, ശത്രുനാശം, ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, നല്ല ആരോഗ്യം എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിച്ചു വരുന്നതായി കാണാം. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല പദവി തന്നെ ലഭിക്കുന്നതാണ്. ധനപുഷ്ടി ഉണ്ടാകും. കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും. എല്ലാവരാലും ബഹുമാനിക്കപ്പെടാനും നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടതായും വന്നേക്കാം. വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ്. സുഖം, സന്തോഷം, വീട്, വാഹനം എന്നിവ ലഭിക്കാനും ഇടയുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് മോടി പിടിപ്പിക്കാനും സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില അസ്വാരസ്യങ്ങളും ഉണ്ടായേക്കാം. സാഹസികത, പേരും പ്രശസ്തിയും വാക്വൈഭവവും ഉണ്ടാകുന്നതാണ്. ദമ്പതി സൗഖ്യം ഉണ്ടാകും. നിയമം കൈവെടിയാതെ മുന്നോട്ടു പോകാനാകുന്നതാണ്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ആത്മീയത വർദ്ധിക്കുന്നതിനും ധർമ്മനിഷ്ഠയോടെ മുന്നോട്ടു പോകാനും ആകും. ചില കാര്യങ്ങൾ തടസ്സങ്ങൾ ഉണ്ടായാൽ അതിനെയെല്ലാം അതിജീവിക്കാനായി കഠിന പ്രയത്നം തന്നെ വേണ്ടി വരുന്നതാണ്. ബന്ധുക്കളുമായി ചില അകൽച്ചയ്ക്ക് സാധ്യതയുണ്ട്. മാതാപിതാക്കളിൽ നിന്നും അകന്നു കഴിയേണ്ടി വന്നേക്കാം. ഭയം വർദ്ധിക്കും. സർക്കാരിന് പിഴയടയ്ക്കേണ്ടതായി വന്നേക്കാം. അതിനാൽ വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ടാക്സ് അടച്ചതിൻ്റെ രസീതുകളും കറക്റ്റാക്കി വെക്കേണ്ടതുണ്ട്. ശത്രുശല്യം വർദ്ധിച്ചേക്കാം. ആധികളും വ്യാധികളും ഉണ്ടാകും. പൊള്ളൽ, വീഴ്ച, വ്രണം എന്നിവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഒന്നും അനുഭവിക്കാൻ യോഗമില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. തൊണ്ടവീക്കം, പനി, യൂറിനറി ഇൻഫെക്ഷൻസ് എന്നിവ ഉണ്ടായേക്കാം. ശ്രദ്ധിക്കേണ്ടതാണ്. കടം അധികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം, ശാസ്താവിന് നീരാഞ്ജനം, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ മകരമാസത്തിൽ ധനപുഷ്ടി, പ്രവൃത്തിയിൽ വളരെയധികം ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു പോകാനും ആകും. സന്തോഷം, സുഖം, എല്ലാവരുമായി നല്ല ബന്ധം പുലർത്താനും തന്നെ എല്ലാവരും ബഹുമാനിക്കാനും ഈശ്വരഭക്തി വർദ്ധിച്ചു വരുന്നതായും കാണാം. അറിവുകൾ വർദ്ധിച്ചു വരുവാനും ബഹുമാനം, നല്ല വാഗ്മിയായി പ്രവർത്തിക്കുവാനും ആകും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. വാക്വൈഭവത്താൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. വാക്കുകൊണ്ട് കസർത്തുന്ന പ്രൊഫഷണൽസിന് ഗുണകരമാണ്. ധർമ്മം കൈവെടിയാതെ മുന്നോട്ടു പോകണം. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട്. പുതിയതായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. നാൽക്കാലികളിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സന്താന സൗഭാഗ്യത്തിനും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരാനും സാധ്യത കാണുന്നുണ്ട്. വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും വാഹനം മോടി പിടിപ്പിക്കുന്നതിനും വസ്തു സ്വന്തം പേരിലാകാനും സാധ്യത കാണുന്നുണ്ട്.
ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, സർവാഭീഷ്ട സിദ്ധി എന്നിവ ഉണ്ടാകും. തൊണ്ടവീക്കം, തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. നേത്രരോഗങ്ങളും വന്നുപെട്ടേക്കാം. പല മേഖലകളിൽ നിന്നും ചതിവുകൾ പറ്റാനിടയുള്ളതിനാൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. തൻ്റെ കഴിവുകളെയും സാമർഥ്യത്തെയും മനസ്സിലാക്കി മറ്റുള്ളവരുടെ ബഹുമാനം പിടിച്ചുപറ്റുന്നതാണ്. ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുക്കാനും അവ ഗുണപ്രദമാകാനും ഇടയുണ്ട്. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ അംഗീകാരവും പുതിയ അവസരങ്ങൾ വന്നു ചേരാനും ഇടയുണ്ട്. ക്രയവിക്രയങ്ങളിൽ സാമർഥ്യം കാണിക്കാനും ധനനേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, ഗണപതിക്ക് കറുകമാല, ഭദ്രയിങ്കൽ കടുംപായസം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ മകരമാസത്തിൽ ധനപുഷ്ടി, വാക് സാമർഥ്യം, സുഖം, കീർത്തി, ഭാഗ്യവർദ്ധനവ് എന്നിവ പ്രതീക്ഷിക്കാം. വാഗ്വൈഭവം കൊണ്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതായി കാണാം. കുടുംബത്ത് സുഖവും സമാധാനവും സിദ്ധിക്കാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. ബുദ്ധിവൈഭവത്താൽ കാര്യങ്ങൾ ഭേദപ്പെടും. കഠിന സ്വഭാവം നിമിത്തം ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. പിതൃധനം ലഭിക്കാനിടയുണ്ട്. പുതിയ വീട് വാങ്ങാനോ വീട് പണി ത്വരിതപ്പെടാനോ സാധ്യതയുണ്ട്. പുതിയ വാഹനം വാങ്ങാനും വസ്തു സ്വന്തം പേരിലാകാനും സാധ്യത കാണുന്നുണ്ട്. എഴുത്തുകാർക്കും ഗ്രന്ഥകാരന്മാർക്കും ഗുണപ്രദമാണ്. ധൈര്യം വർദ്ധിക്കുവാനും തന്നെ മറ്റുള്ളവർ ബഹുമാനിക്കാനും ഇടയാകും. എല്ലാ കാര്യത്തിലും ഭാഗ്യവർദ്ധനവ് ഉണ്ടാകുമെങ്കിലും ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ ഇടയുണ്ട്. ശത്രുക്കളുടെ ഇടപെടൽ മൂലം കർമ്മവിഘ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാലും ധനവരവിന് കുറവുണ്ടാകാൻ ഇടയില്ല. അമ്മയുമായി ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ഏതൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോഴും പല കൺഫ്യൂഷൻസും ഉണ്ടായേക്കാം. മുതിർന്നവരും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ്. സന്താനങ്ങളുമായി ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ശരീര അസ്വാസ്ഥ്യങ്ങളും മുറിവ്, ചതവ് എന്നിവ വന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നേത്രരോഗങ്ങളും യൂറിനറി ഇൻഫെക്ഷൻസ് പോലുള്ള രോഗങ്ങളും വന്നുപെടാനിടയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. ശിവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, ഗണപതിക്ക് കറുകമാല സമർപ്പിച്ചും മുന്നോട്ടു പോകേണ്ടതാണ്. കുംഭക്കൂറ്. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ മകരമാസത്തിൽ ധനപുഷ്ടി, ദൂരദേശ യാത്രകൾ എന്നിവ ഉണ്ടാകും. കഠിന പ്രയത്നത്താൽ എല്ലാ കാര്യത്തിലും ഫലം കാണാനാകുന്നതാണ്. മറ്റുള്ളവരുടെ ബഹുമാനം പിടിച്ചുപറ്റാനാകും. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരുന്നതാണ്. സ്ത്രീകൾ നിമിത്തം ചില ഭാഗ്യാഭിവൃദ്ധികൾ വന്നു ചേരാനിടയുണ്ട്. അമ്മയിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും. പുതിയ വീട് വാങ്ങുന്നതിനോ വീട് പുതുക്കി പണിയുന്നതിനോ വസ്തു സ്വന്തം പേരിലാകുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും സാധ്യത കാണുന്നുണ്ട്. കർമ്മരംഗത്ത് നല്ല പുരോഗതി ഉണ്ടാകും. അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ കാഴ്ചവെക്കാനും ആകും. ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുക്കുകയും അവ നമുക്ക് അനുകൂലമായും വരുന്നതാണ്. അച്ഛനോ അച്ഛൻ ബന്ധുക്കളുമായോ നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കേണ്ടതാണ്. ദമ്പതി സൗഖ്യം കുറയാം. ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. വീട് മാറി താമസിക്കാൻ ഇടയുണ്ട്. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഭാഗ്യാനുകൂല്യങ്ങൾ കൂടുതലായി ലഭിക്കുന്നതാണ്. എല്ലാ കാര്യത്തിലും ചില അലസത അനുഭവപ്പെടുന്നതിനാൽ കാലതാമസം നേരിടും എന്നേ ഉള്ളൂ. നേത്രരോഗങ്ങളും പേശികൾക്ക് ബലക്കുറവും ഉണ്ടായേക്കാം. ശാസ്താവിന് നീരാഞ്ജനം, ഹനുമസ്വാമിക്ക് വെറ്റിലമാല, മഹാദേവന് ധാര, പിൻവിളക്ക്, നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. മീനക്കൂറ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ മകരമാസത്തിൽ ധനപുഷ്ടി ഉണ്ടാകാനും കർമ്മരംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ കാഴ്ചവെക്കാനും ആകും. വാചാലമായി സംസാരിക്കാനാകും. രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തകർക്കും പ്രയോജനപ്രദമാണ്. കുടുംബത്ത് സുഖവും സമാധാനവും സിദ്ധിക്കും. നല്ല ഉത്സാഹത്തോടുകൂടി ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും. എല്ലാ കാര്യത്തിലും സാമർഥ്യം, സുഖം, ഭാഗ്യം എന്നിവ പ്രതീക്ഷിക്കാം. കഠിന പ്രയത്നത്താൽ കാര്യങ്ങളെയെല്ലാം സാധിച്ചു കിട്ടുന്നതാണ്.
മറ്റുള്ളവരെ സഹായിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവർ തങ്ങളെ ബഹുമാനിക്കുകയും അംഗീകരിക്കാനും സാധ്യതയുണ്ട്. എല്ലാവരാലും മാനിക്കപ്പെടാനും ധനഭാഗ്യാദികൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. സദ്ഗുണങ്ങളും വാഗ്മിയായും വിദ്വാനായും മുന്നോട്ടു പോകാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. പ്രണയിതാക്കൾക്കും ഗുണകരമാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ തന്നെ വന്നു ചേരാനും ഇടയുണ്ട്. വിദേശയാത്രയ്ക്കായി ഒരുങ്ങുന്നവർക്ക് ആഗ്രഹപൂർത്തീകരണം ഉണ്ടാകും. ഊഹക്കച്ചവടത്തിൽ വിജയിക്കാനാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരിക്കാനാകും. ധാരാളം ദൂരദേശ യാത്രകൾ ഉണ്ടാകാനും യാത്രകളിൽ നിന്നും നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. ബുദ്ധിപരമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വന്നേക്കാം. പല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴും അവയെല്ലാം തരണം ചെയ്തു പോകാനായി ബുദ്ധി സാമർഥ്യം കൈവരുന്നതാണ്. സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾ വന്നുപെട്ടേക്കാം. നീച സംസർഗം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം ധനച്ചിലവുകൾ വന്നുപെട്ടേക്കാം. ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടും. ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നാഗങ്ങൾക്ക് നൂറും പാലും, ഗണപതി ഹോമം, ഗണപതിക്ക് കറുകമാല സമർപ്പിച്ചും മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. ഇത്രയും കാര്യങ്ങളാണ് 1199 മകരമാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. കൂടുതൽ ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.